ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടുകളാണ്. 2 ബോട്ടിൽ ആർട്ട് കാണിക്കുന്നുണ്ട് അടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ രണ്ടും വേറെ വേറെ മെത്തേഡുകളാണ് കേട്ടോ. ഒന്നാമത്തേത് തീരെ വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയതും, അങ്ങനെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ പെർഫെക്റ്റ് ആവാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ബോട്ടിൽ ആർട്ടും. പിന്നെ രണ്ടാമത്തേത് വരയ്ക്കാനൊക്കെ അത്യാവശ്യം അറിയുന്നവരൊക്കെ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടുണ്ട്. അപ്പോൾ രണ്ടും വളരെ ഭംഗിയാണ് ചെയ്ത് കഴിഞ്ഞാൽ, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്രിയേറ്റീവ് മലയാളം ചാനൽ ആദ്യത്തെ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനെ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ 2 ബോട്ടിൽ ആർട്ടും വേണ്ടത് നമ്മുടെ ഈ അടയ്ക്ക ഫുള്ളായിട്ടല്ല കേട്ടോ. അടയ്ക്കയുടെ ഈ മുകളിൽ കാണുന്ന ക്യാപ്പ് പോലെ സാധനം അതാണ് എടുക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പറിച്ചെടുത്താൽ മതി. ഉണങ്ങിയതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് പോരും. ഇത്തിരി പച്ചയാണെങ്കിൽ ഇത്തിരി കിട്ടാനായിട്ട് ഇത്തിരി ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കത്രിക അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അടയ്ക്ക് ഇവിടെ കാണിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ, കുറച്ചും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പറിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സാധാരണ അക്രിലിക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റെഡാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ മോഡലാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഫ്ലവറായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ലീഫ് റെഡിയാക്കണം. അപ്പോൾ ലീഫ് നമുക്ക് വേറെ എവിടെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒനിയൻ്റെ പീൽസ് എടുത്താൽ മതി, സവാളയുടെ തൊലി ഉണ്ടല്ലോ അത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിന് കളർ കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു നല്ല ലൈറ്റ് ഗ്രീൻ കളർ അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ വല്ല പേപ്പർ അങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ നമുക്ക് ആവശ്യത്തിന് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കുക. എന്നിട്ട് അപ്പോൾ അതൊക്കെ ഉണക്കാൻ വെച്ച് നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ബോട്ടിൽ ആർട്ട് പറഞ്ഞാൽ തീരെ വരയ്ക്കാൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബോട്ടിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗം അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ 2 ലെയറായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഭംഗി കിട്ടും, ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് എടുക്കുകയാണ്. അതിനെ കട്ട് ചെയ്യുന്ന അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്ര തിക്നെസ്സിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കിതിന് മുകളിൽ ജസ്റ്റ് ഒന്നൊരു കോട്ട് ഗമ്മ് തടവി കൊടുക്കാം. പതിയെ ചെയ്താൽ പറ്റുമോ. ചെയ്യുമ്പോൾ കറക്റ്റ് ഡയറക്ഷൻ നോക്കിക്കോളൂ. അടിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെയ്യരുത്. കറക്റ്റ് അടിയിലേക്ക് ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ബോട്ടിൽ ഫുള്ള് കവർ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളും അക്രിലിക് കളർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡിന് ബ്ലാക്കാണ് കേട്ടോ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളർ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഫൈനായിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്രയും പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഫുള്ളും അടിച്ചു കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്തായാലും. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു ഡിസൈനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ഇതാണ് ഇത്രയും കൂടിയും മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഷെയ്ഡ് കൊടുക്കുക കേട്ടോ. ഫുള്ള് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഫോൾഡിങ്സ് ഇല്ലേ, ആ ചുളിവുകളൊക്കെ കറക്റ്റ് പെയിൻറ്റ് കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ ബേസ് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്തപ്പോൾ അതിൽ ഗം അപ്ലൈ ചെയ്തില്ലേ, അപ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബേസ് ഭംഗിയായെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുന്നതും ഭംഗിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് ഇപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോൾഡിങ്സ് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ബേസ് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ ഉണക്കാനായിട്ട് വെച്ച് നമ്മുടെ ഫ്ലവേഴ്സിനെയും ലീവ്സിനെയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഫസ്റ്റ് ഇതിന് സ്റ്റെമ്മ് കൊടുക്കാനായിട്ട് നമ്മുടെ ചാർജറിൻ്റെ വയറില്ലേ കേടായത്, ആ വയറേമ്മ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഗ്ലൂഗൺ വെച്ച് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയാണ് ഗ്ലൂഗൺ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിബോണ്ട് ആയാലും എടുക്കാം, ഫെവിക്കോൾ ആയാലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചാർജിൻ്റെ വയർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൂളൻ ത്രെഡ്സ് ആയാലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുള്ളത് കാരണമാണ് ഇത് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ എന്തായാലും എടുക്കുക.
ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ട് ചെറിയ പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കേട്ടോ, അത് അങ്ങനെ തന്നെ ചെയ്താലും ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നടുക്ക് പെയിൻറ്റ് അടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ആ വയറയിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം കളർ കേട്ടോ, ലീഫിന് അടിച്ച അതേ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് ബോട്ടിൽ വേഗം തന്നെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ സെക്കൻഡ് ബോട്ടിലേക്കുള്ള നമ്മുടെ ക്യാപ്സൊക്കെ ഓൾറെഡി കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒട്ടിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ട് ചെറുതായിട്ട് വൈറ്റ് കളറൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ബോട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വരയ്ക്കാറുന്നവർക്കൊക്കെ പറ്റിയൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേസ് കോഡ് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് ബേസ് കോഡ് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തീരെ അറിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി ഈ ബോട്ടിലിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന മുമ്പായിട്ട് കുറച്ച് ലീവ്സും സ്റ്റെംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബ്രഷ് വെച്ചിട്ട് അതൊക്കെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കളേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എങ്ങനെയൊക്കെ വരയ്ക്കണമെന്നുള്ളത്, നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഐഡിയ അനുസരിച്ച് ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് വേറെ ഡിസൈൻ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ലീവ്സ് കളർ ചെയ്യുമ്പോൾ ഒറ്റ കളർ കൊടുക്കാതെ കുറച്ച് ഷെയ്ഡിങ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ യെല്ലോയും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനൊക്കെ ആഡ് ചെയ്ത് ചെറിയ ചെറിയ ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു റിയാലിറ്റി തോന്നിക്കും. അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മുടെ ലീവ്സും സ്റ്റെംസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡിസൈൻസിലും കൊടുക്കാം കേട്ടോ, ഇതന്നെ കൊടുക്കണം എന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിൽ നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച ക്യാപ്പുകൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗം ഉപയോഗിച്ചിട്ട് ഓരോ ഫ്ലവേഴ്സിനെയും ഓരോ ലീവ്സിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് ഫുള്ളും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫ്ലവേഴ്സ് ഫുള്ളും ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ബോട്ടിലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ബോട്ടിലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബോട്ടിലാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ചെയ്ത് നോക്കാം. ലീവ്സ് വയ്ക്കുമ്പോൾ അത്ര പാടൊന്നുമില്ല, രണ്ടും ചെയ്ത് നോക്കാമെന്നുള്ളൂ. പിന്നെ ഫുള്ളും വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ സ്റ്റെം ആയാലും ലീഫ് ആയാലും ഒക്കെ വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി എടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടുള്ള ബെലൈക്കനെ കൂടി എനേബിൾ ചെയ്യാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.